ഞങ്ങൾ പോകുന്ന വഴി നൗഗാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. നൗഗാവ് അത് വലിയ കൊടും ചതിയുടെ കഥയാണ്. അല്ല, നൂറാനാഥിൽ എത്തുന്നതിന് മുമ്പ് ഈ തേസ്പൂരിൽ തന്നെ അഗ്നിഗ്രഹം എന്നൊരു സ്ഥലമാണ്. അഗ്നിഗ്രഹം ഇവിടെ കൊട്ടാരത്തിൽ എത്തിക്കുന്നു. ഇവര് അച്ഛനറിയാതെ രഹസ്യ ബാന്ധവം തുടരുകയാണ്. യുദ്ധം തീരുന്നില്ല. പൊരിഞ്ഞ യുദ്ധം നടന്ന യുദ്ധത്തിനിടയിൽ ബാണാസുരൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു. ശിവനും ശ്രീകൃഷ്ണനുമായിട്ട് പോയി. ആ നിരായുധരായി വരുന്ന ഇന്ത്യൻ പട്ടാളത്തെ പതിയിരുന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട്. ചേട്ടാ നമസ്തേ. നമസ്തേ. ഈ യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കൂടുതലും നമ്മുടെ അയൽ രാജ്യമായ ചൈനയുടെയൊക്കെ ബോർഡറിലൂടെയുള്ള അതിസാഹസികമായ യാത്രകളാണ്. അതിനുശേഷമുള്ള ഈ ചൈന ബോർഡറിൽ പിന്നെ തുടർന്ന യാത്രകൾ ഏതായിരുന്നു? അത് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. വാളോങ് നമോ യാത്രയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് ചൈനയുടെ ബുംല പാസ് എന്ന ചൈനീസ് അതിർത്തിയുണ്ട്. അവിടേക്കുള്ളൊരു യാത്ര. അപ്പം കാമാഖ്യ ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ്. കാമാഖ്യ ക്ഷേത്രം അറിയാലോ, സതീദേവിയുടെ യോനി ഭാഗം വീണ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ തൊഴുത് അവിടെ നിന്നാണ് ഞങ്ങളൊരു 2 വാഹനങ്ങളിലായിട്ട് നേരെ തേസ്പൂരിലേക്ക് പോകുന്നു. തേസ്പൂരിലേക്ക് പോകുന്ന വഴി സോൾമറിയ മിലിറ്ററി ക്യാമ്പിലാണ് താമസം. അത് മറക്കാനാവാത്തൊരനുഭവമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിലിറ്ററി ക്യാമ്പിനകത്ത് താമസിക്കുന്നത്. അവരുടെ പട്ടാളക്കാരുടെ ജീവിത രീതികളെ കാണാനും കേൾക്കാനൊക്കെ പറ്റും. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടാള ക്യാമ്പാണ് ഈ സോൾമറി മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത്. സോൾമറി പട്ടാള ക്യാമ്പിൽ രാത്രി ഞങ്ങൾ എത്തുമ്പോൾ ഒന്നും തിരിച്ചറിയുന്നില്ല. വണ്ടി ക്യാമ്പിനകത്ത് കയറിയിട്ട് മണിക്കൂറുകളോളം ഓടിയതിന് ശേഷമാണ്. അപ്പോൾ ക്യാമ്പിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ചാണ്. ഏകദേശം 1 മണിക്കൂർ ഓടിയതിനു ശേഷം ഞങ്ങൾ താമസ സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ എത്രത്തോളം വലിപ്പമുണ്ട് എന്നുള്ളതാണ്. സോൾമറി ക്യാമ്പിൽ ഞങ്ങളുടെ താമസത്തിന് വേണ്ടി വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട്. നല്ല കൊടിയ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ ഉണ്ട്. അതെല്ലാം കുളിച്ചെല്ലാം റൂം സംവിധാനമൊക്കെ നല്ല സംവിധാനം തന്നെ. താൽക്കാലിക റൂമുകളാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീമാന്ത സീമാന്ത ചേതനാമഞ്ച് എന്ന് പറയുന്ന ഒരു NGO ആണ്. പട്ടാളക്കാരുമായിട്ട് അടുത്തിടപഴകുന്ന അതിർത്തി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ പട്ടാളം ഞങ്ങൾക്ക് വലിയ സ്വീകരണം തന്നിരുന്നു. രാത്രി അവിടുത്തെ ഈ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? പട്ടാള ക്യാമ്പിനകത്ത് ഞങ്ങൾക്ക് രാവിലെ ഒരു ദിവസം ഇഡ്ഡലിയും ദോശയും എല്ലാം ഉണ്ടായിരുന്നു. മലയാളികളായതുകൊണ്ടായിരിക്കും ഇഡ്ഡലിയും ദോശയും തന്നത്. പക്ഷെ അല്ലെങ്കിൽ ചപ്പാത്തി, കറി ഒക്കെയാണ്. നല്ല കട്ടിയുള്ള ചപ്പാത്തിയും പിന്നെ അവിടെ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറിയാണ്. എല്ലാത്തിനും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറി അങ്ങനെ കഴിച്ചു. രാവിലെ തൊട്ടടുത്ത് അവിടെ ഞങ്ങൾ പോകുന്ന വഴി നൗഗാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. നൗഗാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ പാറശാലയ്ക്കടുത്ത് ശിവലിംഗം, ഏറ്റവും വലിയ ശിവലിംഗമുള്ള മഹേശ്വരാനന്ദ സരസ്വതിയുടെ ചെങ്കൽ അതുപോലൊരു ക്ഷേത്രമുണ്ട്. അവിടെ നമുക്ക് കയറിയിട്ട് അകത്ത് ശിവലിംഗത്തെ പിടിച്ചുകൊണ്ടൊന്ന് പ്രദക്ഷിണം ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ നൗഗാവിലൊരു ക്ഷേത്രം കണ്ടു. നല്ലൊരു ക്ഷേത്രമായിരുന്നു. പോകുന്ന വഴിയിൽ ആ ക്ഷേത്രത്തിലൊക്കെ തൊഴുതതിന് ശേഷമാണ് സന്ധ്യയ്ക്ക് ആ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച് അവിടെ പാലഭിഷേകം നടത്തി. ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അവിടെ നമുക്ക് നേരിട്ട് വിഗ്രഹത്തിൽ അഭിഷേകം നടത്താനല്ല, പൂജാരിയും പിന്നെ ദൈവം തമ്മിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അതെ, പൂജാരി എന്ന ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ഭക്തനും ഈശ്വരനും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് അവിടെ. അതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ സോൾമറി ക്യാമ്പിലെത്തി. സോൾമറി ക്യാമ്പിൽ നിന്ന് പിറ്റേന്ന് അവിടെ ഒരു കാലഭൈരവ ക്ഷേത്രമുണ്ട്. 4-ാം നൂറ്റാണ്ടിലുള്ള പണിയെഴുപ്പിച്ച ഒരു വലിയ ക്ഷേത്രമാണ്. അത് ഒരു ഗുഹാക്ഷേത്രം പോലെയാണ് തോന്നുന്നു. ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണം. ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. പൊടിഞ്ഞ പാറകളൊക്കെ കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയി. ആരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്? അതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ 4-ാം നൂറ്റാണ്ട് നിർമ്മിച്ച ആളാണ്. 4-ാം നൂറ്റാണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. അവിടെ ദർശനം നടത്തിയിട്ട് നേരെ മധുരിമാദാസ് എന്ന് പറയുന്ന ASP ഒന്ന് ഞങ്ങൾ സ്വീകരിച്ചു. മധുരിമാദാസ് അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെറു ഭക്ഷണമൊക്കെ തന്നു. അവരൊക്കെ വളരെ പിന്നെ സന്തോഷകരമായ യാത്രയായപ്പോൾ. അപ്പോൾ ഈ NGO ആയതുകൊണ്ടാണ് പൂർവോത്തർ ചേതനാമഞ്ചിൻ്റെ സീമാന്ത ചേതനാമഞ്ചിൻ്റെ പൂർവോത്തർ എന്ന് പറയുന്ന സംഘടന ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്വീകാര്യതയാണ്. അപ്പോൾ എല്ലാവർക്കും ആസാമീസ് ഷാളൊക്കെ അണിയിച്ച് ഞങ്ങളുടെ യാത്രക്കാരെ മുഴുവൻ യാത്രയാക്കുന്നു. അപ്പം തന്നെ അവിടെ മധുമെതാലി എന്ന് പറയുന്ന IG വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ വാക്കുകളുടെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ രസം. ഒരു മലയാളി അവിടെ ഉണ്ടായിരുന്നു, ചെങ്ങന്നൂർക്കാരൻ പ്രദീപ്. അവിടുത്തെ PWD ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പതാകയൊക്കെ വീശി ഞങ്ങളുടെ യാത്ര അയക്കുന്നു. നേരെ പോയിട്ട് ടിപ്പി എന്ന സ്ഥലത്താണ്. ടിപ്പി എന്ന് പറഞ്ഞാൽ ഓർക്കിഡ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ ഒരു 10-400 വെറൈറ്റി ഓർക്കിഡുകളുള്ള വലിയൊരു
പ്രദേശമാണോ? ഒരു പൂന്തോട്ടമാണ്, ഒരു ഗാർഡനാണ്. അത് അവിടെ എല്ലാം ഓർക്കിഡാണോ സാധാരണ? ഓർക്കിഡും കാറ്റക്സും ആണ്. ഈ കള്ളിച്ചെടികളുണ്ടല്ലോ, കാറ്റക്സിന്റെയും ഒരു വലിയ വെറൈറ്റി ആയിരുന്നു. അപ്പം അവിടെ അത് ഞങ്ങൾ കണ്ടു. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന വഴി അവർ കരിഞ്ഞ നെൽപ്പാടം, പണ്ടങ്ങ് യുദ്ധം നടന്ന് ഒരു നെൽപ്പാടം മുഴുവൻ, നെൽ സംഭരണശാല മുഴുവൻ കത്തിച്ച് കളഞ്ഞൊരു സ്ഥലമാണ് ടിപ്പിക്കടുത്ത്. അത് നോക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കരിഞ്ഞ കറുത്ത അരിമണികൾ പെറുക്കി തരുന്നത്. ഞങ്ങളുടെ കൂടെ ഒന്ന് ഗൈഡ് ആ മണ്ണിങ്ങനെ തോണ്ടി അതിനെക്കുറിച്ച് പറയുന്ന 2 രാജവംശങ്ങൾ തമ്മിലുള്ള സംഘർഷം നടന്നപ്പോഴത്തേക്ക് ഒരു രാജവംശത്തെ അവരുടെ ധാന്യ സംഭരണശാലയായിരുന്നു ഇത്. അവിടെ തീയിട്ട് നശിപ്പിച്ചു എന്നാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പക്ഷെ അവിടെ ഇപ്പോഴും ആ ബ്ലാക്ക് റൈസ്, കറുത്ത അരിമണി ഇപ്പോഴും ഉണ്ട്. മണ്ണിൽ നമുക്ക് തോണ്ടിയെടുക്കാൻ പറ്റും, തോണ്ടിയെടുത്തു. നല്ല ഞാനത് കുറച്ച് കൊണ്ടുപോകുന്നു, വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ബ്ലാക്ക് റൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയ തടിമെല്ല് ഉപയോഗിച്ചു. തടിമെല്ല് ഇപ്പം ബംഗ്ലാവായിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. അവിടെയായിരുന്നു ഭക്ഷണം. ആ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നൂറാനാഥ് എന്ന സ്ഥലത്താണ്. നൂറാനാഥിൽ എത്തുന്നതിന് മുമ്പ് ഈ തേസ്പൂരിൽ തന്നെ അഗ്നിഗ്രഹം എന്നൊരു സ്ഥലമുണ്ട്. അഗ്നിഗ്രഹം നമുക്ക് വാസ്തവത്തിൽ മറക്കാൻ പറ്റാത്തൊരു ചൈതന്യമുള്ളൊരു സ്ഥലമാണ്. എന്താണ്? ഒരു കുന്നിന്റെ പുറത്താണ് അഗ്നിഗ്രഹം. അഗ്നിഗ്രഹത്തെ കുറിച്ച് കഥ പറയുന്നത് നമ്മുടെ അനിരുദ്ധൻ, ശ്രീകൃഷ്ണന്റെ ബന്ധു അനിരുദ്ധനെ പ്രണയിച്ച ബാണാസുരന്റെ മകൾ ഉഷയെ കുറിച്ചാണ്. ബാണാസുരന്റെ മകൾ, പിന്നെ ബാണരാജാവിന്റെ മകൾ ഉഷ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ അനിരുദ്ധന്റെ സ്വപ്നം കാണുകയും അനിരുദ്ധന്റെ മനോഹരമായ ദൃശ്യം കണ്ട് പ്രണയബദ്ധരാകുകയും ചെയ്യും. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പ്രണയബദ്ധരായി. അപ്പോൾ ഇദ്ദേഹത്തെ അനിരുദ്ധനെ വേണം. എങ്ങനെ കിട്ടും? അപ്പോൾ ഉഷയുടെ കൂട്ടുകാരി ചിത്രലേഖയോട് ഉഷ ഇങ്ങനെ വിളിച്ചിട്ട് ഈ രൂപമെല്ലാം പറഞ്ഞു കൊടുക്കും. കണ്ണിങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, ചെവി എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചിത്രം അങ്ങനെ വരച്ചെടുക്കുകയാണ്. ഉഷ പറയുന്നത് കേട്ട് ചിത്രലേഖ ഒരു പേപ്പറിൽ ഇങ്ങനെ ചിത്രം വരച്ചെടുക്കണം. ഏകദേശം എന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട അനിരുദ്ധൻ എങ്ങനെയാണ്. അങ്ങനെ ആകാശമാർഗം ഈ ശ്രീകൃഷ്ണന്റെ ബന്ധുവായ അനിരുദ്ധൻ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് ഇവർ പോവുകയാണ്. ചിത്രലേഖ പോവുകയാണ്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധന്റെ കട്ടിലോടുകൂടി പൊക്കിയെടുത്തുകൊണ്ട് വരുന്നു. ഈ ഇവിടെ കൊട്ടാരത്തിലെത്തിക്കുന്നു. ഇവര് അച്ഛനറിയാതെ രഹസ്യ ബാന്ധവം തുടരുകയാണ്. ഈ രഹസ്യ ബാന്ധവം തുടരുന്നു. ഇതറിഞ്ഞ കോപാകുലനായിട്ടുള്ള ബാണാസുരൻ അനിരുദ്ധനെ ഒരു കുന്നിന്റെ മുകളിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ചുറ്റും തീയിട്ടു. അഗ്നിഗ്രഹം എന്ന് പേര് വരാൻ കാരണം അതാണ്. അഗ്നിഗ്രഹം. അപ്പൊ അവിടെ ഇങ്ങനെ തീയിട്ടു. ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ വന്നു. ശ്രീകൃഷ്ണൻ ബാണാസുരനായിട്ട് പൊരിഞ്ഞ യുദ്ധം നടന്നു. യുദ്ധം തീരുന്നില്ല. പൊരിഞ്ഞ യുദ്ധം നടന്ന യുദ്ധത്തിനിടയിൽ ബാണാസുരൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു. ശിവനും ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധമായി. ഹരിയും ഹരനും തമ്മിലുള്ള, ഹരിഹരന്മാർ തമ്മിലുള്ള യുദ്ധം അത് പൊരിഞ്ഞ യുദ്ധമായി. അങ്ങനെ ദേവലോകം മുഴുവൻ നടുങ്ങി വറച്ചിരിക്കുമ്പോൾ, പ്രപഞ്ചം മുഴുവൻ നടുങ്ങി വറച്ചിരിക്കുമ്പോൾ ബ്രഹ്മാവ് വന്ന് ശിവനെ പിന്നെ സംപ്രീതനാക്കി അദ്ദേഹത്തെ ശ്രമിച്ചു. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ബാണരാജാവ് തന്റെ മകൾ ഉഷയെ അനിരുദ്ധന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. പക്ഷെ ആ പ്രദേശം, കുന്നിന്റെ പുറത്ത് ഉള്ള ആ പ്രദേശം മുഴുവൻ എത്ര മനോഹരമായിട്ട് ഈ അനിരുദ്ധന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിലൂടെ പൊക്കി ഇതെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് കഥ മുഴുവൻ ഒരു ഭാഷയുടെയും സഹായമില്ലാതെ, ഒരു ഗൈഡിന്റെയും സഹായമില്ല, നടന്ന സംഭവം മുഴുവൻ നമുക്കിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ നടന്ന ആ ശിവനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള യുദ്ധത്തിന്റെ ആ രൗദ്രത, ഒടിഞ്ഞ തേരുകളും ചതഞ്ഞ മരിച്ചു വീണ കുതിരകളും അതിൻ്റെ ശില്പങ്ങളുണ്ട്. അതുപോലെ ബാണരാജാവും ശ്രീകൃഷ്ണനുള്ള യുദ്ധത്തിന് ആ ബാണൻ എന്ന അസുര ചക്രവർത്തിയില്ലേ, അദ്ദേഹത്തിന്റെ ആ ദ്രംഷ്ടകൾ ഇങ്ങനെ നീണ്ടുവരുന്നതും അതിൻ്റെ എല്ലാം ഇങ്ങനെ കൊത്തിവെച്ചിട്ടുള്ളത് ഒരു വലിയ അനുഭവമാണ്. വലിയൊരു പാർക്കാണ്. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു ഈ പിന്നെ അഗ്നിഗ്രഹത്തിലെ കാഴ്ചകൾ. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് യാത്ര പോയത്? അവിടെ നിന്ന് നേരെ ഞാൻ പറഞ്ഞല്ലോ, ടിപ്പി ഓർക്കിഡ് ഉള്ള പൂന്തോട്ടമൊക്കെ കണ്ടതിന് ശേഷമാണ് നേരെ ഈ നൂറാനാഥ് എന്ന സ്ഥലത്തേക്കുള്ള യാത്ര. ഈ നൂറാനാഥിലേക്ക് പോകുന്ന വഴി ഒരു ചൈനീസ് ആക്രമണം നടന്ന 62-ലെ ചൈനീസ് ആക്രമണം നടന്നൊരു ക്യാമ്പുണ്ട്. അത് പറഞ്ഞത് അത് വലിയ കൊടും ചതിയുടെ കഥയാണ്. അതായത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ചൈന പ്രഖ്യാപിച്ച് അങ്ങനെ ഇന്ത്യൻ പട്ടാളം അതിർത്തിയിൽ നിന്ന് നേരെ ആസാമിലേക്ക് ഗോഹട്ടിയിലേക്ക് വരികയാണ്. ആ ഗോഹട്ടിയിലേക്ക് വരുന്ന വഴി ഈ ടിപ്പിക്കും നൂറാനാഥിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒളിച്ചിരുന്ന ചൈനീസ് പട്ടാളം ഇന്ത്യ പട്ടാളത്തെ ആക്രമിക്കും. കാരണം ഇവർ ആയുധങ്ങളൊന്നുമില്ല. എല്ലാ ആയുധങ്ങളെല്ലാം പൂജ കെട്ടി ഈ പറഞ്ഞ മാതിരി വണ്ടിയിൽ അയച്ചതിന് ശേഷം നിരായുധരായി വരികയാണ്.
ആ നിരായുധരായി വരുന്ന ഇന്ത്യൻ പട്ടാളത്തെ പതിയിരുന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട് നൂറാനാഥനും ടിപ്പിക്കും ഇടയിൽ. അത് അവിടെ ഒരു പാർക്കുണ്ട്. അവിടെ ഞങ്ങൾ കയറി പുഷ്പചക്രം ഞങ്ങൾക്ക് നേരത്തെ അറിയിച്ചുകൊണ്ട് പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് അർപ്പിക്കാനുള്ള പുഷ്പങ്ങളെല്ലാം കൊണ്ട് വെച്ചിരുന്നു. അത് വളരെ ഒരു 10,000 പേരുടെ പേരുകൾ, 1000-ലധികം ആളുകളുടെ പേരുകൾ, മരിച്ചുപോയ പട്ടാളക്കാരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ചൈന നടത്തിയ ഏറ്റവും വലിയ ചതിയുടെ കഥയാണ് ഈ ടിപ്പിക്കും നൂറാനാഥിനും ഇടയ്ക്കുള്ള ഈ സ്തംഭങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം എന്ന് പറഞ്ഞല്ലോ ചതി എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു. യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞ് അതിർത്തികളിൽ നിന്ന് ഇന്ത്യൻ പട്ടാളം നേരെ ഗോഹട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ചൈനീസ് പട്ടാളം പതിയിരുന്ന് ആക്രമിച്ചത്. യുദ്ധം നിർത്തിയെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മനസ്സിലാവുള്ളൂ. പട്ടാളം പാക്ക് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് സോൾമറി ക്യാമ്പിലേക്ക് വരുന്ന വഴിയാണ് ഈ ചൈനീസ് പട്ടാളം ഗുളിയാക്രമണം നടത്തിയിട്ട് ഇത്രയും ഇന്ത്യക്കാരെ കൊന്നത്, ഇന്ത്യൻ പട്ടാളത്തെ കൊന്നത്. 62-ലെ യുദ്ധം തന്നെ ചതിയായിരുന്നല്ലോ, കൊടും ചതിയായിരുന്നല്ലോ. കാരണം നെഹ്റുവും ഈ ചൈനയുടെ പ്രധാനമന്ത്രി ചൗവിൻലായും തമ്മിൽ വളരെ സൗഹൃദത്തിലായിരുന്നു. രാവിലെ കഴിച്ചത് കാപ്പിയാണോ പുട്ടാണോ അല്ലെങ്കിൽ രാവിലെ കഴിച്ച ഇഡ്ഡലിയാണോ എന്നൊക്കെ ചോദിച്ച് സംഭാഷണം നടത്തി അവർ ദിവസവും ടെലിഫോൺ സംഭാഷണം നടത്തി സൗഹൃദം പുനഃസ്ഥാപിച്ചിരുന്ന, സൗഹൃദം തുറന്നിരുന്നൊരു സമയത്താണല്ലോ ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ മണ്ണ് പിടിച്ചെടുക്കാൻ ആ ചൈനീസ് ആളികൾ രാത്രിയുടെ മറ പാതിരാത്രി ഭാരതം ഉറങ്ങുമ്പോൾ അവരിങ്ങനെ ഒരു ഭാഗത്തുകൂടി അരുണാചൽ പ്രദേശിന്റെ ഭാഗത്തുകൂടി ഇടിച്ചു കയറി ഇന്ത്യയെ ആക്രമിക്കുന്നത്. ഇന്ത്യൻ പട്ടാളം നനച്ചിരുന്നില്ല. അവർ ഒരു കാരണവശാലും ആ സമയത്ത് 62-ൽ ചൈന ആക്രമിക്കുമെന്ന് യാതൊരുവിധ മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ഒരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ സോഷ്യലിസ്റ്റ് കാരനായിട്ടുള്ള നെഹ്റു ഇരിക്കുമ്പോൾ ഇന്ത്യ ചൈനയുടെ ആക്രമണത്തിന് വിധേയമാകുമെന്ന് കരുതാൻ വയ്യ. അങ്ങനെയാണ് ചൈന ഇടിച്ചു കയറുന്നത്. ഇന്ത്യൻ പട്ടാളത്തിന് പലപ്പോഴും പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പ്രതിരോധിക്കാനുള്ള ഇതെല്ലാം തയ്യാറായി വരുമ്പോഴത്തേക്കും ചൈന ഏകദേശം 22,000-ലധികം ചതുരശ്ര കിലോമീറ്റർ കീഴ്പ്പെടുത്തി ഇങ്ങോട്ട് മുന്നേറി കഴിഞ്ഞിരുന്നു. അത് വലിയൊരു ചതിയായിരുന്നു. ആ ചതി പിന്നെ ശാന്തമായതിനു ശേഷം, ആ യുദ്ധം ശാന്തമായി എന്ന വ്യാജേന ശാന്തമാക്കിയതിനു ശേഷം, ഒത്തുതീർപ്പായതിനു ശേഷം വീണ്ടും മടങ്ങി വന്ന പട്ടാളക്കാരെയാണ് ഞാൻ പറഞ്ഞ ഈ നൂറാനാഥിന്റെ ഇപ്പുറം വെച്ചിട്ട് ടിപ്പിക്കും നൂറാനാഥിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആക്രമിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ മരിച്ച പട്ടാളക്കാരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ പേരുകളായിട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. ഇന്ത്യയുടെ നാനാഭാഗത്തുമുള്ള പട്ടാളം, മദ്രാസ് റെജിമെൻറ്റിൻ്റെ ആളുകളുണ്ട്, അതിനകത്ത് മലയാളിയുമുണ്ട്. അപ്പോൾ ആ ചൈനീസ് പട്ടാളക്കാരുടെ ഒളിയാക്രമണത്തിൽ മലയാളിയും കൊല്ലപ്പെട്ടു, മലയാളിയായ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു എന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നുരഞ്ഞു കയറി വരുന്ന ഒരു മലയാളിത്വം ഉണ്ടല്ലോ, ആ കേരളീയത, അതിങ്ങനെ ഒരു അഭിമാനമായിട്ട് അലയടിച്ചുയരുകയാണ്. ആ ദുഃഖത്തിനിടയിലും അവരുടെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾക്കിടയിലും സമാനമായ അന്തരീക്ഷം വീണ്ടും അത് കാണുമ്പോഴും ഒക്കെ അതിൻ്റെ ഉള്ളിലും ആ യുദ്ധത്തിൽ മലയാളിയും ഉണ്ടെന്നുള്ള വേദനയ്ക്കൊപ്പം തന്നെ ഒരു അഭിമാനവും, ഭാരതം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ, ഭാരതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കേരളത്തിന്റെ തെക്കേറ്റുന്നുള്ള പട്ടാളക്കാരും ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു അഭിമാനബോധം അങ്ങനെ അലയടിച്ചു വരുന്നൊരു സമയവും ആ മുഹൂർത്തമാണ്. പിന്നെ ഞങ്ങളവിടെ പുഷ്പചക്രമൊക്കെ അർപ്പിച്ചിട്ട് 5 മിനിറ്റ് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ച് തിരിച്ച് അവിടെ ഞങ്ങൾക്ക് ലഘുഭക്ഷണമൊക്കെ തന്നു. അവിടുന്ന് പട്ടാളം നല്ല ലഘുഭക്ഷണമൊക്കെ തന്നു. ഞങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി ഞങ്ങൾ വീണ്ടും നൂറാനാഥിലേക്ക് പോവുകയാണ്.